ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ സ്നാക്കൊന്ന് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 6 സ്ലൈസ് ബ്രെഡൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. ഞാൻ 2 സ്ലൈസ് ബ്രെഡിന് മുകളിലായിട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ബാക്കി 2 കൂടി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർത്തിട്ടെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്താൽ മതിയേ. ഇനി ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ ഞാനിവിടെ മൊത്തം ബ്രെഡ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തടുത്തോട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 4 മുട്ടയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതിലോട്ട് നെറ്റിട്ട് കൊടുക്കാം. ഇനി അടുത്തടുത്തോട് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി അടുത്തടുത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലോട്ട് എക്സ്ട്രാ വെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ ബ്രെഡ് കുതിർത്തണ്ടല്ലോ ആ നനവന്നെ മതിയാവുക. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തടുത്തൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഇപ്പം ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തിട്ട് എടുക്കുന്നത്. അതിൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിന് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തിട്ട് എടുക്കാം. ഇതും ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ബാക്കിയിൽ അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ആ 6 സ്ലൈസ് ബ്രെഡ് കൊണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് കേട്ടത്. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിലോട്ട് ഞാൻ മുട്ടയിലോ ഇതിലൊന്നും വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കോൺഫ്ലോറിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രെഡിൻ്റെ നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ തന്നെ ഒന്ന് കോട്ടായിട്ട് കിട്ടും കേട്ടോ. ബാക്കിയെല്ലാം അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചട്ടി നടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ചൂടായിട്ട് ശേഷം ഹൈ ഫ്ലെയിമിട്ട് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചട്ടി നിന്ന് കോരിയിട്ട് എടുക്കാം. ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്രെഡ് മുട്ടയും ഉള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാ രീതിയിലും ഉണ്ടാക്കിയിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.